ഇമെയിൽ അയക്കുമ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യുക, സബ്ജക്റ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് ലീഗൽ കൺസൾട്ടന്റ് എന്ന് കൊടുക്കേണ്ടതാണ്. സ്പൈസസ് ബോർഡിൽ വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഇന്ന് 4 പാർട്ടായിട്ടാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ കീഴിൽ സ്പൈസസ് ബോർഡിൽ വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഇന്ന് 4 പാർട്ടായിട്ടാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പാർട്ട് 1-ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺസൾട്ടന്റ് ഫിനാൻസ് പോസ്റ്റിനെ കുറിച്ചാണ്. പാർട്ട് 2-ൽ നമ്മൾ നോക്കുന്നത് എൻഗേജ്മെന്റ് ഓഫ് ലീഗൽ കൺസൾട്ടന്റ് പോസ്റ്റിനെ കുറിച്ചാണ്. പാർട്ട് 3-ൽ നമ്മൾ നോക്കുന്നത് ഫെസിലിറ്റി മാനേജർ കം ഇലക്ട്രീഷ്യൻ ജോബ് പോസ്റ്റിനെ കുറിച്ചാണ്. അവസാന പാർട്ട് 4-ൽ നമ്മൾ നോക്കുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആൻഡ് പ്രൊജക്ട് അസിസ്റ്റന്റ് ജോബിനെ കുറിച്ചാണ്. ടോട്ടലി 4 പാർട്ടായിട്ടാണ് നമ്മൾ സ്പൈസസ് ബോർഡിന്റെ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിശദമായ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് കടക്കും മുന്നേ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സ്പൈസസ് ബോർഡിൽ വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് വീഡിയോ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലെ പാർട്ട് 2 ജോബ് നോട്ടിഫിക്കേഷൻ ആണ്. എൻഗേജ്മെന്റ് ഓഫ് ലീഗൽ കൺസൾട്ടന്റ് പോസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നോട്ടിഫിക്കേഷൻ നമ്പർ 29/2024 ആണ്. പാർട്ട് 1-ന്റെ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ കമന്റ് ബോക്സിലും പിൻ ചെയ്യുന്നതായിരിക്കും. ശ്രദ്ധിക്കുക, കോൺട്രാക്ട് ബേസിലാണ് ഈ ഒരു ജോബ് വന്നിട്ടുള്ളത്. ഒരു ഒഴിവാണ് ആകെ ഉള്ളത്. സ്പൈസസ് ബോർഡിന്റെ ഹെഡ് ഓഫീസായ കൊച്ചിയിലാണ് ജോബ് വരുന്നത്. സോ എലിജിബിൾ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫോർമാറ്റ് ഈ ഒരു നോട്ടിഫിക്കേഷൻ PDF-ന്റെ അവസാനം കൊടുത്തിട്ടുണ്ട്. ജോബ് നോട്ടിഫിക്കേഷൻ ഡോക്യുമെന്റ് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഉദ്യോഗാർത്ഥികൾ തന്നിരിക്കുന്ന ഫോർമാറ്റിൽ ആപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്തതിനു ശേഷം ആപ്ലിക്കേഷൻസ് എൻവലപ്പിലാക്കി സ്പൈസസ് ബോർഡിന്റെ കൊച്ചിയിലെ പാലാരിവട്ടത്തെ ഓഫീസിൽ കൊടുക്കേണ്ടതാണ്. കൂടാതെ എൻവലപ്പിൽ ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് ലീഗൽ കൺസൾട്ടന്റ് എന്ന് പ്രത്യേകം എഴുതി നോട്ട് ചെയ്യേണ്ടതാണ്. 25-ാം തീയതി 5 മണിക്കുള്ളിൽ വേണം നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. സോ ഈ തന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇമെയിലൂടെയും അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇമെയിൽ അഡ്രസ് എന്ന് പറയുന്നത് spicesboardlegal@gmail.com ആണ്. ഇമെയിൽ അയക്കുമ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യുക, സബ്ജക്റ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് ലീഗൽ കൺസൾട്ടന്റ് എന്ന് കൊടുക്കേണ്ടതാണ്. ഫോർമാറ്റിന്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആപ്ലിക്കേഷൻ പെർഫോമ ഫോർ ദി പോസ്റ്റ് ഓഫ് ലീഗൽ കൺസൾട്ടന്റ്. സോ ഈ തന്നിരിക്കുന്ന ഫോർമാറ്റിലാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്യേണ്ടത്. ടേംസ് ഓഫ് റെഫറൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോൺട്രാക്ട് ബേസിലാണ് ജോബ് റിക്രൂട്ട്മെന്റ് വന്നിരിക്കുന്നത്. ആകെ ഒരു പോസ്റ്റ് ആണ് ഉള്ളത്. ജോബിന്റെ കാലാവധി എന്ന് പറയുന്നത് ആദ്യം 1 വർഷം ആയിരിക്കും. മേ ബി എക്സ്റ്റെൻഡ് ചെയ്യാനും സാധ്യത ഉണ്ട്. സോ ജോബ് ലൊക്കേഷൻ ആയിട്ട് വരുന്നത് കൊച്ചിയിലുള്ള സ്പൈസസ് ബോർഡിന്റെ ഹെഡ് ഓഫീസിലാണ് ജോബിന്റെ ലൊക്കേഷൻ ആയിട്ട് വരുന്നത്. അടുത്തത് എലിജിബിലിറ്റി ആൻഡ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൂടാതെ ഏജ് എന്നിവയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് വരുന്നത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ലോയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അടുത്തതായി ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 64 വയസ്സിൽ കൂടാൻ പാടുള്ളതല്ല. സോ 64 വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസ് ആയിട്ട് വരുന്നത് 10 ഇയർ എക്സ്പീരിയൻസ് ആണ്. സോ സാലറി സ്കെയിൽ വരുന്നത് 45,000 മുതൽ 60,000 വരെയാണ്. അടുത്ത ആപ്ലിക്കേഷൻ ഫോർമാറ്റ് ആണ്. സോ ഡോക്യുമെന്റിൽ തന്നിരിക്കുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഫോർമാറ്റിൽ വേണം ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഉദ്യോഗാർത്ഥികൾ തന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് വിശദമായി വായിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യുക. ജോബ് നോട്ടിഫിക്കേഷൻസിന്റെ PDF ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും.